ഹലോ നമസ്കാരം, ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് APIയെ കുറിച്ചാണ്. API എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ്. അതായത് നമുക്ക് ഒരു API ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പല ഭാഗത്തും ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ നമുക്കൊരു API ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു വെബ്സൈറ്റ് ഉണ്ട്, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ മറ്റു പല ആപ്ലിക്കേഷൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഒരു API ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു API നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ജാങ്കോ പ്രൊജക്റ്റിൽ ഉപയോഗിക്കാമെന്നും അതിന് തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ ഒരു API ക്രിയേറ്റ് ചെയ്തിട്ട് API എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അതിലേക്ക് എങ്ങനെ ഒരു ഡാറ്റ ആഡ് ചെയ്യാം, അതെങ്ങനെ എഡിറ്റ് ചെയ്യാം, അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻബിൽഡ് ആയിട്ട്, അതായത് കുറേ ഓൺലൈനിൽ നമുക്ക് മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ച കുറേ APIകളൊക്കെ നമുക്ക് കിട്ടും. അതെങ്ങനെ നമ്മൾ ജാങ്കോ പ്രൊജക്റ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആ പ്രൊജക്റ്റിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് സ്വന്തമായിട്ടൊരു API ക്രിയേറ്റ് ചെയ്യാം. അതായത് റെസ്റ്റ് ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ട് API ക്രിയേറ്റ് ചെയ്തിട്ട് അതെങ്ങനെ അത് ഉപയോഗിച്ചിട്ട് ഡാറ്റാസ് ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ് സംസാരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് വെർച്വൽ ENV, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വെർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പേര് നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ പേര് പ്രൊജക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെർച്വൽ എൻവയോൺമെൻറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ ഞാൻ മുമ്പ് ഇതിൽ ചെയ്ത് വെച്ച കുറച്ച് ഫയലുകളുണ്ട്, അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെർച്വൽ എൻവയോൺമെൻറ്റ് സോഴ്സ് എന്നിട്ടതിന് ശേഷം നമ്മളെ പ്രൊജക്റ്റിൻ്റെ പേര് നമുക്ക് വെർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, പ്രൊജക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു, അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്റ്റീവ് ആയാലും നമുക്ക് ഈ രൂപത്തിലായിരിക്കും കാണിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ജാങ്കോ -admin, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് പ്രൊജക്റ്റ്, അതിനുശേഷം പ്രൊജക്റ്റിൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. പേര് നമുക്ക് സിമ്പിളായിട്ട് API തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്, API എന്നുള്ള പേരിലൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, API എന്നുള്ള പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് വന്നു. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് CD എന്നിട്ടതിന് ശേഷം API എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്തു, ആ ഫോൾഡറിലേക്ക് ചേഞ്ച് ഡയറക്ടറി കൊടുത്തിട്ട് ആ ഫോൾഡറിലേക്ക് പോയി. ഇനി നമുക്കതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റൺ ചെയ്യിപ്പിക്കാൻ പൈത്തൺ 3.manage.py റൺ സെർവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ജാങ്കോ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാൻ പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജാങ്കോ ഇൻസ്റ്റാളായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ജാങ്കോ ഡൗൺലോഡായി വരുന്നുണ്ട്, അത് ഇൻസ്റ്റാളായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ഇതുപോലെ ആവശ്യമായിട്ടുള്ള പാക്കേജസുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ പൈത്തൺ manage.py റൺ സെർവർ, നമ്മളെ പ്രൊജക്റ്റ് റൺ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കീബോർഡിൽ കൺട്രോളിലും ഫോളോഡ് ലിങ്കിലും കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ പ്രൊജക്റ്റ് നമുക്കിവിടെ ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, ആ പ്രൊജക്റ്റ് ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് അത്രയും കാര്യങ്ങൾ സെറ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. Ctrl+C അമർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ജാങ്കോ admin, അതിനുശേഷം സ്റ്റാർട്ട് ആപ്പിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ ആപ്സ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഒരു ആപ്പ് ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആപ്സ് എന്നുള്ള പേരിൽ ഒരു ആപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി APIൻ്റെ ഉള്ളിൽ നമുക്ക്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് സെറ്റിങ്സ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്പിൻ്റെ പേരൊന്ന് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇൻസ്റ്റാൾഡ് ആപ്പിൽ പോയിട്ട് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആപ്പിൻ്റെ പേര് നമുക്കിവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് ആപ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ആപ്സ് എന്ന് ചേർത്ത് കൊടുത്തു.
ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ഒരു ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡർ നമ്മൾ ആപ്പിൻ്റെ ഉള്ളിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ആപ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ ഇവിടെ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ടെംപ്ലേറ്റ്സ് എന്നുള്ള ആ ഫോൾഡറിൻ്റെ പേര് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് വ്യൂസിൽ പോവുക. വ്യൂസിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്കിവിടെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം, ഡിഫ്. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ആപ്പിൻ്റെ ഉള്ളിൽ നമുക്കൊരു ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യാം. index.html എന്നൊരു പേരിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, HTML ഡിഫാൾട്ട് പേജ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ h1ൻ്റെ ഉള്ളിൽ ഹലോ ജാങ്കോ എന്നും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വ്യൂ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ മെത്തേഡ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഡിഫ് ഇൻഡെക്സ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ വന്ന് റിക്വസ്റ്റ് എന്നും ചേർത്തു, കോളൻ ഇട്ടു. എന്നിട്ട് ഇവിടെ വന്ന് റിട്ടേൺ റെൻഡർ, അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് ദെൻ കോമ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ ഫയലിൻ്റെ പേരും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, index. അപ്പോൾ നമുക്ക് വ്യൂസിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഇതിലിപ്പോൾ ഒരു ഫയലിൻ്റെ കുറവുണ്ട്, urls.py എന്ന ഫയൽ നമ്മളിതിലേക്ക് അഡീഷണലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. urls.py എന്ന ഫയൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം ഫ്രം, അതിനുശേഷം ജാങ്കോ. എന്നിട്ട് ശേഷം നമ്മളിവിടെ വന്ന് urls ഇമ്പോർട്ട് പാത്ത്, അതിൽ നിന്ന് നമുക്ക് പാത്ത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. വ്യൂസിൽ നിന്ന് ഫ്രം ഇമ്പോർട്ട് വ്യൂസ്, ആ വ്യൂസിനെ ഇതിലേക്ക് കൊണ്ടുവരാം. ഇനി ഇവിടെ വന്ന് url പാറ്റേൺസ് എന്ന് ചേർത്തു, ഒരു ബ്രാക്കറ്റ് ഒരു ഈക്വൽ ടു ഇട്ടു. അതിനുശേഷം ഒരു ലിസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ പാത്ത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡബിൾ കൊട്ടേഷൻ ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് views.index നമുക്കതിൻ്റെ ഉള്ളിൽ ആ ഫയലിൻ്റെ പേര് കൊടുത്തു. ഇവിടെ വന്ന് നെയിം ഈക്വൽ ടു ഇൻഡെക്സ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൾ ഓവർ ഇതിലെല്ലാ കാര്യങ്ങളും സെറ്റായി. ഇനി നമ്മൾ മെയിൻ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ URL ഓപ്പൺ ചെയ്യാം. മെയിൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ആപ്സ്, അതിൻ്റെ ഉള്ളിൽ URLs ഓപ്പൺ ചെയ്യാം. ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പാത്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇൻക്ലൂഡ് എന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ വന്ന് പാത്ത് ബ്രാക്കറ്റിൻ്റെ ഡബിൾ കൊട്ടേഷൻ ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ബ്രാക്കറ്റ് ഇൻക്ലൂഡ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആപ്സ്, നമ്മളെ ആപ്പിൻ്റെ പേര് ആപ്സ് എന്ന് ചേർത്ത് കൊടുത്തു. .urls അതിൻ്റെ ഉള്ളിലത്തെ URLസിനെ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ആൾ ഓവർ നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓക്കെയാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ റണ്ണായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ പ്രൊജക്റ്റ് റണ്ണായി വന്നിട്ടുണ്ട്. കീബോർഡിൽ കൺട്രോളിലും ഈ ഫോളോഡ് ലിങ്കിലും ക്ലിക്ക് ചെയ്തിട്ടൊന്ന് റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്രീനിൽ എന്താണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് നോക്കാം. വെൽക്കം ഹലോ ജാങ്കോ എന്നുള്ള മെസ്സേജ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ API പ്രൊജക്റ്റിലേക്ക് തുടക്കത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ API എന്ന് പറഞ്ഞാൽ നമുക്കൊരു API ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ ഏതിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ API കറക്റ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു API ഉണ്ടെങ്കിൽ നമുക്കത് എല്ലാ പ്രൊജക്റ്റിലും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് API എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് APIൻ്റെ കുറേ എക്സാമ്പിൾസുകൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു API നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് മൊബൈൽ ആപ്ലിക്കേഷൻ ും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിലാണെങ്കിലും എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഈ API എങ്ങനെ ഉപയോഗിക്കാം, API ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെയാണ് API ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ജാങ്കോ പ്രൊജക്റ്റിൽ API ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തുടർന്ന് വരുന്ന ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും അതേപോലെ തന്നെ ഇതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കാം. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളോ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.